ഗോദവർമ്മ തമ്പുരാന്റെ പത്നി ആത്മഹത്യ ചെയ്തു. കഷ്ടമായി പോയി. ഞങ്ങൾക്കിനി ആരുമില്ല അമ്മാവ. ഞങ്ങളൊക്കെ ഇല്ലേ? ഞാനിനി ചേച്ചിയോട് എന്ത് പറയാനേ ചേട്ടാ? ചേച്ചി ദീപം നമുക്ക് അങ്ങോട്ടൊന്ന് പോണ്ടേപ്പാ. അമ്മയ്ക്ക് വേണമെങ്കിൽ പോവാം, ഞാനില്ല. അമ്മായി, ഞാൻ കൂടെ വന്നോട്ടെ. സുദർശൻ ഒന്ന് കാണണം. വേണ്ട, നിനക്കൂടെ വന്നൂടെ അപ്പാ? ഐ ആം നോട്ട് കമ്മിങ്. ഷീ ഈസ് നോട്ട് കമ്മിങ് വിത്ത് യു. അമ്മയ്ക്ക് വേണമെങ്കിൽ പോവാന്ന് പറഞ്ഞില്ലേ? എന്തിനാ വന്നത്? എല്ലാരും കൂടെ കൊല്ലില്ല എന്റെ അമ്മയെ. കുഞ്ച്, ഞാൻ എന്റെ അമ്മയെ കത്തിച്ചുകളഞ്ഞു. കഴിയട്ടെ മോനെ. ചേട്ടാ, എല്ലാം ഭംഗിയായില്ലേ മോളെ? ഇവിടെ എല്ലാം ഭംഗിയായി. എനിക്ക് പിണ്ടം പോലെ ഇരിക്കുന്ന കട്ടില്ല. അപ്പച്ചി അപ്പച്ചി എന്ന് വിളിച്ച് നിന്റെ പിറകെ നടന്നിട്ടുള്ള നമ്മുടെ സുഖമായിരിക്കുന്നത്. അവൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അവളുടെ അമ്മയും ഒരു തെറ്റും ചെയ്തിട്ടില്ല. തെറ്റ് ചെയ്തത് മുഴുവൻ എഴുത്തുപുരക്കാരാ. എന്റെ മോൻ ചെയ്ത തെറ്റ് തിരുത്താൻ എനിക്ക് സാധിച്ചു. എന്റെ മോൻ ചെയ്ത തെറ്റ് തിരുത്താൻ എന്നെ കൊണ്ടായില്ലല്ലോ മോളെ. ഒരു വാക്ക് എനിക്ക് അവളോട് പറയാൻ കഴിഞ്ഞില്ല. അറിയാവുന്ന അക്ഷരങ്ങൾ പോലും അറുതി പറഞ്ഞ് മാറി നിൽക്കാം. മടിയിലിരുത്തി വളർത്തിയ പേരക്കുട്ടിയോട് എങ്ങനെയാ ഞാൻ പൊറുക്കണേന്ന് പറഞ്ഞു. എല്ലാവരും അകന്നകന്നു പോകുന്നല്ലോ എന്റെ വിഷ്ണുമായ. എനിക്കിതൊന്നും ചേരില്ലെന്ന് അന്നേ ഞാൻ പറഞ്ഞതല്ല അപ്പച്ചി. പിന്നെ അനിയൻചേട്ടാ, അനിയൻചേട്ടൻ പോകുന്നില്ലേ? എങ്ങോട്ട്? അനിയൻചേട്ടന്റെ വീട്ടിലേക്ക്. പോണോ? ഇനി പോണം. ചെയ്യേണ്ടതെല്ലാം അനിയൻചേട്ടൻ ചെയ്തു കഴിഞ്ഞു. ചെയ്യേണ്ടതൊന്നും അനിയൻ ചേട്ടൻ ചെയ്തില്ല മോളെ. താമസിച്ചു പോയി.
ഇനി എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. നീ ഒട്ട് പറയുന്നുമില്ല. നീ വരുന്നില്ലേ എന്റെ കൂടെ? ഇല്ല, ഒരിക്കലും ഇല്ല. എന്തുകൊണ്ട്? എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചു? അന്ന് അനിയൻ ചേട്ടന്റെ പേര് പറഞ്ഞല്ലേ എല്ലാരുടെ മുമ്പ് വെച്ച് എന്നെ അവമാനിച്ചത്. അത് അനിയൻ ചേട്ടന്റെ കൂടെ ഞാൻ ഇറങ്ങി വന്നാൽ ഞാൻ ആരായി അനിയൻ ചേട്ടൻ? അവരെന്നെ അനിയൻ ചേട്ടനെ പറ്റി പറഞ്ഞതൊക്കെ ശരിയാണെന്ന് വരില്ലേ? അതൊക്കെ തെറ്റായിരുന്നു എന്ന് ഈ ജീവിതം കൊണ്ട് എനിക്ക് തെളിക്കണം. അതിന് അനിയൻ ചേട്ടൻ എന്നെ സഹായിക്കണം, എന്നെ മറക്കണം. കഥ കടച്ചു കിടന്നു.